അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ലാസ്റ്റ് ടൈമിൽ ഒരു ക്യൂബ് വാങ്ങിയിരുന്നു ആമസോണിൽ നിന്ന്. പെൻഡാക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്യൂബിൻ്റെ പേര്. പെൻഡാക്കിൾ സ്റ്റാർ ക്യൂബ് വിത്ത് ഫ്ലാറ്റ് അഡ്ജസ്റ്റ് എന്നൊക്കെയാണ്. പക്ഷെ ഇത് ഭയങ്കര ടൈറ്റാണ്. നിങ്ങൾ ആ വീഡിയോയിൽ അൺബോക്സിങ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ടൈറ്റാണ്, നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഓൾറെഡി ഇത് ഒരു സൈഡ് വെച്ചാലേ ഉള്ളൂ നമുക്കിങ്ങനെ തിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ഇന്നർ ഇങ്ങനെ തിരിക്കണം. ഇത് ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ ഈ ടൈറ്റ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, നമ്മൾ ക്യൂബിന്റെ ക്വാളിറ്റി കുറവാണ്. അതുകൊണ്ടാണ് ഇത് ABS പ്ലാസ്റ്റിക് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിതൊന്ന് ഓയിലിട്ടിട്ട് നമുക്കൊന്ന് സ്മൂത്താക്കി എടുക്കാൻ പറ്റുമോ നോക്കാണ്. അതായത് ഇപ്പോൾ നമ്മൾ തിരിയുന്നില്ല, ഈ വിരലുകൊണ്ട് ഇങ്ങനെ തിരിച്ചാൽ തിരിയണം. കണ്ടോ, നല്ല ടൈറ്റാണ്. അതൊന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് വാങ്ങിയ ഓയിലാണ്, ക്യൂബ് ഓയിൽ. ഞാൻ യൂസ് ചെയ്യുന്ന ക്യൂബ് ഓയിലാണിത്. അത്ര വില, ഇത് ഒരു സ്റ്റാർട്ടിങ് മോഡലുള്ളതാണ്. അപ്പോൾ ഇതിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എത്രത്തോളം നമുക്ക് സക്സസ് ആവുമെന്ന് അറിയില്ല. എന്നാലും നമുക്ക് ഞാൻ ഓയിൽ ചെയ്യുന്ന രീതികളും നിങ്ങൾക്ക് കാണാം. പിന്നെ ഇത് സക്സസ് ആവുകയാണെങ്കിൽ ഇത് നല്ലതുപോലെ നമുക്ക് സോൾവ് ചെയ്യാനും പിടിക്കാനും മറ്റു കാര്യങ്ങൾക്കും പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു 5 തുള്ളി ഇവിടെ ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും ഇപ്പോൾ ഇവിടെയാണ് ഒറ്റിച്ച് കൊടുത്തത്. ഇവിടെ ഒരു 2 തുള്ളി ഒറ്റിച്ച് കൊടുക്കാം. ഓക്കെ, ഒന്നും കൂടി കൊടുക്കാം. 2, 3 തുള്ളി, 4. ഇത് കൂടുതലായി പോകുന്നു. കുറേ കാലമായി ക്യൂബിൽ ഓയിൽ ഒഴിച്ചിട്ട് ഈ ഭാഗത്തുകൂടി ഒന്ന് കൊടുക്കാം. 1, 2, 3. ഓക്കെ, അതിനുശേഷം നമുക്കിതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് മാറിപ്പോയി. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇതാക്കി കൊടുക്കാം. എന്നാലും നമുക്കിത് ഈ ഓയിൽ എല്ലാ ഭാഗത്തേക്കും പറ്റുള്ളൂ. ഈ ഒരു റൊട്ടേഷനാണ് നമുക്ക് സ്മൂത്ത് ആവേണ്ടത്. ഇത് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുണ്ട്. നമുക്ക് സ്മൂത്ത് ആവേണ്ടത് ഈ റൊട്ടേഷനാണ്. ഈ റൊട്ടേഷൻ ഭയങ്കര ടൈറ്റാണ്. നമുക്കിത് ഇങ്ങനെ തിരിക്കാൻ പറ്റില്ല. ഇത് തിരിച്ചതിന് ശേഷം നമുക്ക് ഇത് തിരിക്കണമെങ്കിൽ നമുക്ക് ഈ സർക്കിള് കറക്കിയെടുത്തതിന് ശേഷം ഇത് തിരിക്കാൻ പറ്റുള്ളൂ. അത് തിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. സ്ക്രൂ ടൈറ്റ് ചെയ്താൽ, നമ്മളെ സ്പ്രിങ് സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്താൽ, ലൂസ് ചെയ്താൽ കുറച്ചും കൂടി ലൂസ് കിട്ടും. പക്ഷെ നമ്മൾ ഓയിലിങ് ചെയ്തിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതും പറ്റിയില്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ വിചാരിച്ചു. ഇപ്പം ഏകദേശം ഓയിൽ എല്ലാ സ്ഥലത്തും ആയിട്ടുണ്ട്. ഈ സൈഡ് വന്ന് നമുക്ക് നോക്കാം. ഇത് തിരിയാൻ ശരിക്കും ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചാൽ തിരിയേണ്ടതാണ്. ഇത്രയും ടൈറ്റ് വന്നപ്പോൾ ഇങ്ങനെ ക്യൂബ് സോൾവ് ചെയ്യാന്നുള്ളൊരു സംശയമുണ്ട്. സൈഡ് വെച്ച് തിരിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഈ ക്യൂബ് ഇങ്ങനെയായിരിക്കും തിരിക്കാന്ന്. അതിനായി ഇവിടെ ഒരു കർവ് കൊടുത്തതെന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലാതെ നമ്മൾ ഒരു ഫിംഗറിനോടൊന്നും നമുക്ക് തിരിക്കാൻ പറ്റില്ല. ഈ സൈഡ് നമുക്ക് 2 തുള്ളി എത്തിച്ചു കൊടുക്കാം. ഇനി നമുക്ക്
അപ്പം നമ്മുടെ സൈഡ് തിരിയുന്ന കുറച്ച് സ്മൂത്ത് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ സെൻറ്റർ തിരിക്കുന്നതാണ് നമുക്ക് കുറച്ചുകൂടി സ്മൂത്ത് വരാൻ വേണ്ടത്. ഈ സൈഡ് നമുക്ക് വെച്ചിച്ചു കൊടുക്കാം. നമ്മുടെ ക്യൂബൊക്കെ തട്ടി തെറിച്ച് പീസായിട്ടോ. അപ്പോൾ ക്യൂബിൻ്റെ ക്വാളിറ്റി ഇത്രയേ ഉള്ളൂ. നമ്മളെ പീസുകൾ എവിടേക്കാണ് പോയെന്ന് തന്നെ നമ്മൾ കണ്ടില്ല. ഇവിടെയുള്ള പീസാണോ എന്ന് ആർക്കറിയാം. ഓക്കെ, ഒരു പീസും കൂടി ഉണ്ടല്ലോ. നമ്മൾ ഓയിലിട്ട് കുട്ടീനെ കുളിപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ എന്നിട്ടും ഇത് തിരിയുന്നില്ല കേട്ടോ. എന്നിട്ടും ഇത് തിരിയാൻ ഭയങ്കര പാടാണ്. ഇതിപ്പോൾ മൊത്തത്തിൽ നമുക്ക് പണിയായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ ക്യൂബ് ഇത് മിസ്സായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സോൾവ് ചെയ്താലും ഇത് ഭയങ്കര പ്രശ്നം വരും. അപ്പോൾ നമുക്കിതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഇനി നമ്മളിതൊന്ന് റീസെറ്റ് ചെയ്യാം. അല്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ പീസ് അഴിച്ചെടുത്ത് റീസെറ്റ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ നമുക്കിതിൻ്റെ ക്യൂബിൻ്റെ ഉള്ളിൽ എന്താണെന്നൊന്നും അറിയാമല്ലോ, ഇതിൻ്റെ സെറ്റിങ്സും കൂടി അറിയാമല്ലോ. ത്രീ ബൈ ത്രീന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ട് പീസുകളെ ഷേപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതൊക്കെ നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യാവുന്നതാണ്. മൊത്തം ഊരണമെന്നില്ല കേട്ടോ. നമ്മൾ ഈ സ്റ്റാർ മാത്രം ഒന്ന് ഊരി നോക്കാം. നമുക്ക് സ്റ്റാർ ഊരി നോക്കിയിട്ട് നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാം. അത് ഊരി എല്ലാ പീസുകളും ഊരുന്നതിനനുസരിച്ച് എല്ലാം പീസും ഡിഫറെൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇത് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ മൊത്തം റെഡാണ് വരുന്നത് അല്ലേ. മൊത്തമായിട്ട് ഊരുന്നേക്ക് നന്നാവുക. അപ്പോൾ നമ്മുടെ ക്യൂബ് നമ്മൾ മൊത്തമായിട്ടൊന്ന് പീസാക്കുകയാണ്. നമ്മൾ 3x3 പോലെ തന്നെ 1 2 3 4 5 6 3x3 പോലെ തന്നെയാണ് ഇന്നർ ക്യൂബ് വരുന്നത്. ഇപ്പോൾ ഓയിൽ ഏകദേശം എല്ലാ കോയിൻസിൻ്റെയും സൈഡിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്നുകൂടി സെറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വീണ്ടും ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി കാരണം നമ്മൾ ഇത് കണ്ടോ, ഇതിൻ്റെയൊക്കെ ഒരു എഡ്ജ് കണ്ടോ, അത്ര സ്മൂത്തല്ല. അത് കാരണമാണ് നമുക്ക് സ്പീഡും കാര്യങ്ങളും കിട്ടാത്തത്. ഇതിൻ്റെയൊക്കെ എഡ്ജൊക്കെ ഭയങ്കര കാരണം യൂസ് ചെയ്ത് ഇത് ലൂസായി വരുള്ളൂ. അപ്പോഴേക്ക് ലൂസായിട്ട് പിന്നെ മൊത്തത്തിൽ ലൂസായി പോകും. ഇതിൻ്റെ കോർണേഴ്സ് ഒന്നും കട്ടിങ് ഒന്നും ശരിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ വീണ്ടും സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഓയിൽ ചെയ്തിട്ട് നമ്മൾ ആകെ ക്യൂബിനെ ഈ കോലത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി അടുത്തൊരു പ്രാവശ്യം നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു ക്യൂബ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.